നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന ബജറ്റിൽ സ്റ്റേഡിയം കൽവാക്കുളം ബൈപ്പാസിന് 5 കോടിയുടെ അനുമതി. പുനർനിർമ്മാണം വേഗത്തിലാവും. കീടനാശിനികൾക്ക് വൻ വിലവർധന, കർഷകർ പ്രതിസന്ധിയിൽ. 76ാമത് സർവോദയമേള ഈ മാസം 9 മുതൽ 12 വരെ. കേന്ദ്ര സർക്കാരിന്റെ ഭാരത അരിവിൽപ്പന തുടങ്ങി. വാർത്തകൾ വിശദമായി. സ്റ്റേഡിയം കൽവാക്കുളം ബൈപ്പാസ് ബജറ്റിൽ അനുവദിച്ചത് 5 കോടി രൂപ. പുനർനിർമ്മാണത്തിന് പച്ചക്കൊടിയാവുന്നു. സംസ്ഥാന ബജറ്റിൽ സ്റ്റേഡിയം കൽവാക്കുളം ബൈപ്പാസിന്റെ പുനർനിർമ്മാണത്തിന് 5 കോടി അനുവദിച്ചതോടെ ഈ വർഷാവസാനത്തോടെ ബൈപ്പാസ് ഗതാഗത യോഗ്യമാവുമെന്ന പ്രതീക്ഷയിലാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പൊതുമരാമത്ത് വകുപ്പിന്റെ 5 കോടി രൂപ ഉപയോഗിച്ച് സ്റ്റേഡിയം കൽവാക്കുളം ബൈപ്പാസിന്റെ 1ാം ഘട്ടം പൂർത്തീകരിച്ചത്. സുൽത്താൻപേട്ട കൽമണ്ഡപം റോഡിനെയും ശേഖരീപുരം കൽമണ്ഡപം ബൈപ്പാസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്റ്റേഡിയം കൽവാക്കുളം ബൈപ്പാസ് റോഡാണ് വർഷങ്ങളായി നിർമ്മാണം മുരടിച്ചു നിൽക്കുന്നത്. 5 വർഷം മുമ്പ് ആരംഭിച്ച ബൈപ്പാസിന്റെ നിർമ്മാണം പാതി വഴിയിലാണ്. 1982 തുടക്കമിട്ട പദ്ധതിയാണ് 4 പതിറ്റാണ്ടുകൾക്കിപ്പുറം പൂർത്തിയാകുന്നത്. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന്റെ പിൻവശത്തായി സ്വകാര്യ ബാറിന് മുന്നിലൂടെയാണ് നിർദ്ദിഷ്ട ബൈപ്പാസ് കടന്നുപോകുന്നത്. സ്റ്റേഡിയം സ്റ്റാൻഡ് മുതൽ കൽവാക്കുളം വരെയുള്ള 900 മീറ്റർ നീളമുള്ള റോഡിന്റെ ഭൂരിഭാഗം സ്ഥലമേറ്റെടുപ്പും പൂർത്തിയായി കഴിഞ്ഞു. ബൈപ്പാസ് നിർമ്മാണത്തിനായി സമീപത്തെ ഒട്ടേറെ പേർ സൗജന്യമായി സ്ഥലം വിട്ടുനൽകുകയും ചെയ്തിട്ടുണ്ട്. ബൈപ്പാസ് നിർമ്മാണത്തിനായി ഇനി ഏകദേശം 50 സെന്റ് സ്ഥലമാണ് ഏറ്റെടുക്കാനുള്ളതെന്നിരിക്കെ ഇതാണ് പ്രവൃത്തികൾക്കും തടസ്സമായിരിക്കുന്നത്. ബൈപ്പാസ് നിർമ്മാണത്തിനായുള്ള സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായാൽ റോഡ് പൂർത്തീകരിക്കാനുള്ള സഹായം നൽകാൻ പൊതുമരാമത്ത് തയ്യാറാണെന്ന് 2 വർഷം മുമ്പ് സ്ഥലം സന്ദർശിച്ച പൊതുമരാമത്ത് മന്ത്രിയും അറിയിച്ചിരുന്നു. ലാൻഡ് അക്വിസിഷൻ നടപടികൾ പൂർത്തിയാകാതെ കിടക്കുന്നതിനാൽ ഇതും റോഡ് നിർമ്മാണത്തിനെ ബാധിക്കുന്നുണ്ട്. ബൈപ്പാസിന് ആവശ്യമായ തുക കണ്ടെത്താൻ നിയോജക മണ്ഡലം റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് പാലക്കാട് MLA ആവശ്യം ഉന്നയിച്ചിരുന്നു. പാതി വഴിയിലായ ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയാക്കുന്നതിനായുള്ള റോഡും നഗരസഭ ഏറ്റെടുത്ത സ്ഥലവും പൊതുമരാമത്തിന് കൈമാറാനും നിർദ്ദേശിച്ചിരുന്നു. നിർദ്ദിഷ്ട സ്ഥലം PWQ കൈമാറിയാലേ പ്രവൃത്തികൾ പുനരാരംഭിക്കാൻ കഴിയുമെന്നതിനാൽ നഗരസഭയും പൊതുമരാമത്തും സഹകരിക്കേണ്ടത് അനിവാര്യമാണ്. നിർമ്മാണം നിലച്ച ബൈപ്പാസ് വർഷങ്ങളായി സ്വകാര്യ ബസ്സുകളുടെ ഹാൾട്ടിംഗ് കേന്ദ്രമാണ്. ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയായാൽ മണപ്പുള്ളിക്കാവ് യാക്കര മിഷൻ സ്കൂൾ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾക്ക് കോഴിക്കോട് ബൈപ്പാസിലേക്ക് എളുപ്പം പ്രവേശിക്കാനാവും. നിലവിൽ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്നും മണ്ണാർക്കാട്, കോഴിക്കോട്, മഞ്ചേരി, നിലമ്പൂർ ബസ്സുകൾ മണലി ജംഗ്ഷൻ വഴി ഒലവക്കോട് ഭാഗത്ത് എത്തുന്നതിനാൽ ഈ ബസ്സുകൾ എളുപ്പം ഒലവക്കോട് എത്താനാവും. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിൽ സ്റ്റേഡിയം കൽവാക്കുളം ബൈപ്പാസിന്റെ നിർമ്മാണം അനിവാര്യമാണെന്നിരിക്കെ സംസ്ഥാന ബജറ്റിൽ ബൈപ്പാസ് നിർമ്മാണത്തിന് ഫണ്ട് വകയിരുത്തിയതോടെ പതിറ്റാണ്ടുകളായി നിർമ്മാണം നിലച്ച സ്റ്റേഡിയം കൽവാക്കുളം ബൈപ്പാസ് യാഥാർത്ഥ്യമാവുമ്പോൾ നഗരവികസനത്തിന്റെ മറ്റൊരു നാഴികക്കല്ല് കൂടിയാവുകയാണ്. കീടനാശിനികൾക്ക് വില വർദ്ധിക്കുന്നത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. 2ാം വിള നെൽപ്പാടങ്ങളിൽ പുഴുക്കേടും ഇലപ്പേനും വ്യാപകമായതിനൊപ്പം കീടനാശിനികൾക്ക് വില വർദ്ധിച്ചത് കർഷകർക്ക് തിരിച്ചടിയായി. നടിയിലും വിതയും കഴിഞ്ഞ നെൽപ്പാടങ്ങളിൽ പുതിയ ഓലകൾ വന്നതോടുകൂടിയാണ് കീടബാധ വന്നത്. ഇലപ്പേനുകൾ നെല്ലോലയുടെ അടിയിലിരുന്ന് നീരൂറ്റി കുടിച്ച് പുറമെയുള്ള ഓലകൾ വെള്ളത്തിൽ വീണ് നശിക്കുന്നതോടെ ചെടികൾ ശോഷിക്കും. ഇത് 2ാം വിളവെടുപ്പിനെയും ബാധിക്കുമെന്നാണ് കർഷകർ പറയുന്നത്. ഇവയെ പ്രതിരോധിക്കാനുള്ള കീടനാശിനികൾക്ക് 800 രൂപ മുതൽ 1300 രൂപയാണ് വില. നേരത്തെ 500 രൂപ മുതൽ 800 രൂപ വരെ ലഭിച്ചിരുന്ന കീടനാശിനികൾക്കാണ് ഇത്രയും വില കൂടിയത്. ഇത് അധിക സാമ്പത്തിക ചെലവുണ്ടാക്കുന്നതായി കർഷകർ പറഞ്ഞു. ചുമലിൽ ഭാരം തൂക്കി നെൽപ്പാടങ്ങളിലൂടെ നടക്കേണ്ടതിനാലും കീടനാശിനികൾക്ക് രൂക്ഷഗന്ധമുള്ളതിനാലും കീടനാശിനി തളിക്കാൻ തൊഴിലാളികളെ കിട്ടാനും ക്ഷാമം നേരിടും. കൈകൊണ്ടും ബാറ്ററിയിലും പെട്രോൾ എഞ്ചിനിലും പ്രവർത്തിക്കുന്ന കീടനാശിനി ഫയറുകൾ ലഭ്യമാണെങ്കിലും മറ്റു കാർഷിക വൃത്തികളിൽ നിന്ന് വ്യത്യസ്തമായി ആവശ്യത്തിന് സമയബന്ധിതമായി കീടനാശിനി തളിക്കാൻ ഉയർന്ന കൂലി നൽകിയാലും ആളെ കിട്ടുന്നില്ല. സ്വന്തമായി സ്പെയർ വാങ്ങി 12 ലിറ്റർ സംഭരണ ശേഷിയുള്ള ഒരു ടാങ്ക് തളിക്കാൻ 60 രൂപ മുതൽ 70 രൂപ വരെ കരാർ നിരക്കിൽ തളിച്ചു നൽകുന്നവരുണ്ടെങ്കിലും കീടനാശിനി വാങ്ങി കാത്തിരിക്കേണ്ട സ്ഥിതിയാണ്. അയൽ കൃഷിസ്ഥലങ്ങളിൽ കീടനാശിനി പ്രയോഗിക്കുന്നതിനോടൊപ്പം എല്ലാ കൃഷിയിടങ്ങളിലും ഒരുമിച്ച് കീടനാശിനി തളിച്ചില്ലെങ്കിൽ കീടങ്ങൾ അടുത്ത കൃഷിയിടങ്ങളിൽ എത്തി കീടബാധ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. രാസവളങ്ങൾ തളിക്കാൻ ഡ്രോൺ വാടക ലഭ്യമാണെങ്കിലും ഡ്രോൺ മുഖേന കേരളത്തിൽ കീടനാശിനി തളിക്കാൻ അനുമതിയില്ല. മഴ കുറവ് മൂലം വെള്ളം കുറഞ്ഞ പാടങ്ങളിൽ കളകൾ മുളച്ചു വരാൻ തുടങ്ങിയതോടെ കീടനാശിനികൾക്കൊപ്പം കളനാശിനിയും കൂട്ടിക്കലർത്തിയുമാണ് തളിക്കുന്നത്. നെല്ലിന്റെ ജനുസിൽപ്പെടാത്ത മങ്ങ്, പൊള്ളക്കള തുടങ്ങിയ കളകളെ കളനാശിനി മുഖേന നിയന്ത്രിക്കാൻ കഴിയും. നെല്ലിന്റെ ജനുസിൽപ്പെട്ട മറ്റു കളകളെ പറിച്ചു മാറ്റുക തന്നെ വേണ്ടിവരുന്നുണ്ടെന്ന് കർഷകർ പറഞ്ഞു. പോത്തുണ്ടി അണക്കെട്ടിൽ പകുതിയിൽ താഴെ മാത്രം വെള്ളം ശേഷിക്കുന്നതിനാൽ ഇടമഴയിലും പമ്പ് സെറ്റുകൾ ഉപയോഗിച്ച് നനച്ചു വിളവെടുക്കാം എന്ന പ്രതീക്ഷയിലുമാണ് കർഷകർ. 76ാമത് സർവോദയമേള 2024 ഫെബ്രുവരി 9, 10, 11, 12 തീയതികളിൽ തിരുനാവായയിൽ നടക്കും.
തിരുനാവായ തവനൂർ മാമാങ്ക ഭൂമിയിൽ മഹാത്മാഗാന്ധിജിയുടെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്ത ഭാരതപ്പുഴയിൽ കെ കേളപ്പജി അന്ത്യവിശ്രമം കൊള്ളുന്ന നിലാ നദിക്കരയിൽ ഫെബ്രുവരി 9, 10, 11, 12 തീയതികളിൽ നടക്കുന്ന സർവോദയ മേളയിൽ പതിവ് പോലെ ഇത്തവണയും സർവധർമ്മ സമഭാവനയ്ക്കായി ഏകതാ പരിഷത്ത് പ്രവർത്തകർ ഒത്തുചേരുകയാണെന്ന് സംഘാടകർ അറിയിച്ചു. സർവോദയ മേളയോടനുബന്ധിച്ച് ഫെബ്രുവരി 11 വൈകുന്നേരം 5:30 ഏകതാ പരിഷത്ത് പ്രവർത്തകരുടെ അതിരുകൾ അപ്രത്യക്ഷമാവട്ടെ സന്ദേശ കൂട്ടായ്മ നിലാനീരത്ത് മണൽപ്പരപ്പിൽ കേളപ്പജി സ്മൃതി മണ്ഡപത്തിന്റെ സമീപം നടക്കുന്നതായിരിക്കും. മേളയിൽ പങ്കെടുക്കുന്ന ആളുകൾ ഏകതാ പരിഷത്ത് തയ്യാറാക്കുന്ന ബാഡ്ജിൽ ഫോട്ടോ വെക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ 9895210777 പി ഷംസുദ്ദീൻ ഈ നമ്പറിൽ ഫോട്ടോയും പേരും ജില്ലയും വാട്സാപ്പ് ചെയ്യണമെന്ന് ഏകതാ പരിഷത്ത് ജനറൽ കൺവീനർ സന്തോഷ് മലമ്പുഴ അറിയിച്ചു. കേന്ദ്രത്തിന്റെ ഭാരത് അരിവിൽപ്പന തൃശൂരിൽ വില 29 രൂപ, രാഷ്ട്രീയ മുതലെടുപ്പെന്ന് സംസ്ഥാന ഭക്ഷ്യമന്ത്രി. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരിവിൽപ്പന കേരളത്തിൽ ആരംഭിച്ചു. കിലോയ്ക്ക് 29 രൂപയാണ് വില. തൃശൂരിൽ മാത്രം 150 ചാക്ക് പൊന്നിയരി വിറ്റതായാണ് സൂചന. നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷനാണ് വിതരണ ചുമതല. മറ്റു ജില്ലകളിൽ വാഹനങ്ങൾ വിതരണം തുടങ്ങും. അതേസമയം കേന്ദ്രത്തിൽ അരി വിൽപ്പന രാഷ്ട്രീയ മുതലെടുപ്പെന്ന് സംസ്ഥാന ഭക്ഷ്യമന്ത്രി GR അനിൽ പ്രതികരിച്ചു. സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് എന്ന് സൂചന നൽകി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വൈദ്യുതി ഉപഭോഗത്തിന്റെ 30% മാത്രമാണ് സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കി പുറത്തുനിന്ന് വാങ്ങുകയാണ്. ഉപഭോക്താക്കൾ സ്വയം നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ പ്രതിസന്ധി നേരിടുമെന്നും വൈദ്യുതി മന്ത്രി മുന്നറിയിപ്പ് നൽകി. മഴക്കുറവും ജലലഭ്യതക്കുറവും ചെറുതല്ലാത്ത വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാക്കിയ പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ മുന്നറിയിപ്പ്. വേനൽ കടക്കുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുമെന്നാണ് വൈദ്യുതി മന്ത്രി പറയുന്നത്. തിരക്കുള്ള സമയങ്ങളിൽ വൈദ്യുതി ഉപഭോഗം കുറച്ചാൽ മാത്രമേ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയൂ. ഇതിന് പൊതുജനങ്ങളുടെ പിന്തുണ വേണമെന്നും മന്ത്രി പറഞ്ഞു. ആവശ്യമായ വൈദ്യുതിയുടെ 30% മാത്രമാണ് നിലവിൽ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കി പുറത്തുനിന്ന് വാങ്ങുകയാണ്. സംസ്ഥാനത്ത് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടുകൾ ആരംഭിക്കാൻ താല്പര്യമുണ്ടെങ്കിലും എതിർപ്പുകളാണ് വിലങ്ങുതടിയാകുന്നത് എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25. ക്യൂട്ടിക്ക് ഇപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. വാർത്തകൾ തുടരുന്നു. കൊല്ലങ്കോട് ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ തനതു പരിപാടി പാട്ടും പറച്ചിലും കൊടുവായൂർ AMSMMTTIയിൽ നടന്നു. കൊടുവായൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രേമ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ PR സുനിൽ, കുമാരി, ഷീൻചന്ദ്രൻ, വിദ്യാരംഗം കോർഡിനേറ്റർ ശ്രീഹരി എന്നിവർ സംസാരിച്ചു. വയലാർ, P ഭാസ്കരൻ, ONV എന്നിവരുടെ ഗാനങ്ങൾ ആലപിച്ചു. ഗായകരായ ചിറ്റൂർ ഹരി, M ഹംസ എന്നിവർ പാട്ടും പറച്ചിലും പരിപാടിക്ക് നേതൃത്വം നൽകി. ചിറ്റൂർ പാഞ്ചജന്യം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഫെബ്രുവരി 8 സമാപിക്കും.
മേളയിൽ പ്രദർശിപ്പിച്ച ഒലവക്കോട് മുഹമ്മദ് സാദിഖ് സംവിധാനം ചെയ്ത സ്റ്റിയറിംഗ് പ്രേക്ഷകർക്ക് ഏറെ സ്വീകാര്യമായി. അന്തരിച്ച പ്രശസ്ത നടൻ മാമുക്കോയ, സജിത മഠത്തിൽ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ മുഹമ്മദ് സാദിഖ് സംവിധാനം ചെയ്ത ദ സ്റ്റിയറിംഗ് എന്ന ചിത്രം ചിറ്റൂർ പാഞ്ചജന്യം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിച്ചു. മീഡിയ രാവണിന്റെ ബാനറിൽ പാലക്കാട് പൊള്ളാച്ചിയിലുമായി ചിത്രീകരിച്ച ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോയിഡ് ആണ്. സമകാലീന ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിലൂടെ നടക്കുന്ന രണ്ട് യാത്രകളുടെ കഥ പറയുന്ന ചിത്രം മനോഹരമായ ഒരു നാടൻ പാട്ടുകൂടിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ബംഗ്ലാദേശിലെ സിനി മേക്കിംഗ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെയും മുംബൈ ഗോൾഡൻ ജൂറി ഫിലിം ഫെസ്റ്റിവലിലെയും പ്രദർശനത്തിന് ശേഷമാണ് കേരളത്തിലെ ആദ്യ പ്രദർശനമായി ചിറ്റൂർ പാഞ്ചജന്യം ഫിലിം ഫെസ്റ്റിവൽ പ്രദർശിപ്പിച്ചത്. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK ജയശ്രീ ഉൾപ്പെടെ ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള കലാകാരന്മാർ അണിനിരുന്നതാണ് ദ സ്റ്റിയറിംഗ് എന്ന ചിത്രം. സംസ്ഥാന ബജറ്റിൽ കോങ്ങാട് മണ്ഡലത്തിന് 20 കോടി. കോങ്ങാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന വടശ്ശേരി നെമ്പരത്തി പാലം നിർമ്മാണത്തിന് 1.5 കോടി. കോങ്ങാട് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണം 2 കോടി. തച്ചമ്പാറ കണ്ണോട് പാലം 1 കോടി. നിയോജക മണ്ഡലത്തിലെ പൂതംകോട് ഗവൺമെന്റ് LP സ്കൂൾ, കമ്പ ഗവൺമെന്റ് LP സ്കൂൾ, പൊറ്റശ്ശേരി ഗവൺമെന്റ് LP സ്കൂൾ, പുല്ലുവായക്കുന്ന് ഗവൺമെന്റ് LP സ്കൂൾ, കല്ലൂർ ഗവൺമെന്റ് LP സ്കൂൾ തുടങ്ങിയ 5 സ്കൂളുകളുടെ കെട്ടിട നിർമ്മാണത്തിന് 3.75 കോടി. കല്ലടിക്കോട് കണക്കമ്പാടം കുളം 75 ലക്ഷം. മണ്ണൂർ സ്റ്റേഡിയം 1 കോടി. കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയുടെ അറ്റകുറ്റപ്പണിക്കും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കുമായി 10 കോടി. കൂടാതെ 10 പദ്ധതികൾ 100 രൂപ ടോക്കൺ പ്രകാരവും ഉണ്ട്. വാഹനാപകടത്തിൽ അധ്യാപിക മരിച്ചു. നല്ലേപ്പിള്ളി കമ്പിളിച്ചുങ്കം നങ്ങാംകുറിശി റിട്ടയർഡ് SI ദേവദാസിന്റെ ഭാര്യ മിനിയാണ് മരിച്ചത്. ഇന്നലെ രാവിലെ 8:30 പുൽപ്പള്ളി കൂളിമുട്ടത്തായിരുന്നു അപകടം. മകൻ ഓടിച്ച സ്കൂട്ടർ പാലക്കാട്ടേക്കുള്ള യാത്രക്കിടെ മുന്നിലെ വാഹനം പെട്ടെന്ന് നിർത്തിയത് കണ്ട് ബ്രേക്കിട്ടപ്പോൾ മിനി നടുറോഡിലേക്ക് വീഴുകയായിരുന്നു. ഈ സമയം എതിരെ വന്ന സ്കൂൾ ബസിന്റെ ചക്രങ്ങൾ മിനിയുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. സംഭവ സ്ഥലത്തുണ്ടായിരുന്നവർ ചേർന്ന് മിനിയെ ഉടൻ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. കഞ്ചിക്കോട് ഗവൺമെന്റ് ഹൈസ്കൂൾ ജിയോഗ്രഫി അധ്യാപികയാണ് മിനി. പാലക്കാട് PMG സ്കൂളിൽ പരീക്ഷാ ഡ്യൂട്ടിക്ക് മകൻ റിസ്വൻ ദേവിനൊപ്പം പോവുകയായിരുന്നു. ചിറ്റൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കഞ്ചിക്കോട് സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. ശേഷം വൈകിട്ട് സംസ്കാരം നടത്തി. അച്ഛൻ പരേതനായ ശ്രീധരൻ, അമ്മ ശാന്തകുമാരി, മക്കൾ അശ്വിൻ ദേവ്, റിസ്വിൻ ദേവ്, സഹോദരങ്ങൾ വിഷ്ണുദാസ്. മറ്റു വാർത്തകളിലേക്ക് വരാം ഒരിടവേളയ്ക്ക് ശേഷം. കുറയോ 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 കുറയുമോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയുമോ കുറഞ്ഞല്ലോ. പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡാങ്. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. പറമ്പിക്കുളം അണക്കെട്ടിന്റെ 2 ഷട്ടറുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കുന്നതിന് തമിഴ്നാട് ജലവിഭവ വകുപ്പ് 24.15 കോടി രൂപ അനുവദിച്ചു. തമിഴ്നാട്ടിലെ 50 വർഷത്തിലേറെ പഴക്കമുള്ള 8 അണക്കെട്ടുകളുടെ നവീകരണ പ്രവൃത്തികൾക്കായി 50.82 കോടി രൂപ അനുവദിച്ചതിൽ പറമ്പിക്കുളവും ഉൾപ്പെടുന്നു. തമിഴ്നാടിന്റെ നിയന്ത്രണത്തിലുള്ളതും പാലക്കാട് ജില്ലയിലെ മുതലമട പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ പറമ്പിക്കുളം അണക്കെട്ടിലെ കാലപ്പഴക്കം വന്ന 3 ഷട്ടറുകൾ മാറ്റി പുതിയ ഷട്ടർ സ്ഥാപിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഈ മാസം 9 കരാർ നൽകും. കാലവർഷത്തിന് മുമ്പ് ആധുനിക സംവിധാനത്തോടെ പുതിയ ഷട്ടറുകൾ സ്ഥാപിക്കാനാണ് ശ്രമം. സ്പിൽവേയുടെ ഡിസൈൻ, ഫാബ്രിക്കേഷൻ, ഷട്ടർ 1, 3 എന്നിവ സ്പിൽവേക്കായി ഉയർത്തുന്ന ആധുനിക ക്രമീകരണം, അറ്റകുറ്റപ്പണികൾ, പറമ്പിക്കുളം ടണൽ എൻട്രി ഷട്ടറുകൾ പുനഃക്രമീകരണം എന്നിവ ജലവിഭവ വകുപ്പ് അനുവദിച്ച് 24.15 കോടി രൂപ ഉപയോഗിച്ച് നടത്തുമെന്ന് അധികൃതർ പറഞ്ഞു. 2022 സെപ്റ്റംബർ 21 പുലർച്ചെ പറമ്പിക്കുളം അണക്കെട്ടിലെ 3 സ്പിൽവേ ഷട്ടറുകളിൽ നടുവിലത്തേത് തകർന്നിരുന്നു. ഷട്ടർ ഉയർത്താൻ ഉപയോഗിക്കുന്ന ചങ്ങല കാലപ്പഴക്കം മൂലം പൊട്ടിയതാണ് തകർച്ചയ്ക്കു കാരണമായത്. തുടർന്ന് അണക്കെട്ടിൽ നിന്ന് 6 TMC വെള്ളം ചാലക്കുടി പുഴയിലേക്ക് ഒഴുക്കേണ്ടി വന്നത് പറമ്പിക്കുളം വെള്ളത്തിൽ
ജലത്തെ ആശ്രയിക്കുന്ന തമിഴ്നാട്ടിലെയും കേരളത്തിലെയും കാർഷിക മേഖലയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. സ്പിൽവേ ഷട്ടർ വരെ വെള്ളം ഒഴുക്കിയതിനു ശേഷം 7.2 കോടി ചെലവിട്ട് തകർന്ന നടുവിലെ ഷട്ടർ മാറ്റി സ്ഥാപിച്ചു. തുടർന്നാണ് മറ്റു ഷട്ടറുകൾ കൂടി മാറ്റാൻ തീരുമാനിച്ചത്. വെള്ളം സ്പിൽവേ അളവിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ഷട്ടറുകൾ മാറ്റാനാവുക. 1825 അടി സംഭരണ ശേഷിയുള്ള പറമ്പിക്കുളം അണക്കെട്ടിൽ 1798 അടിയിലെത്തിയാലാണ് വെള്ളം സ്പിൽവേക്ക് താഴെയാകുക. ഇന്നലെ ജലനിരപ്പ് 1796.69 അടിയാണ്. റാബി സീസണിലെ ഡിജിറ്റൽ ക്രോസ് സർവേക്ക് മേലാർക്കാട് പഞ്ചായത്തിൽ തുടക്കമായി. കോന്നല്ലൂർ പാടശേഖര സമിതിയിലെ കൊട്ടേക്കുളം ഉണ്ണികൃഷ്ണന്റെ കൃഷിയിടത്തിൽ പഞ്ചായത്ത് അധ്യക്ഷ ടി വത്സല സർവേ ഉദ്ഘാടനം ചെയ്തു. ഉപാധ്യക്ഷൻ ഐ മൻസൂർ അലി അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ കൃഷ്ണ, കൃഷി അസിസ്റ്റന്റ്മാരായ ഗീതാഭായ്, മുരളി എന്നിവർ പങ്കെടുത്തു. കൃഷി ഓഫീസർ കൃഷ്ണ സർവേയർമാർക്ക് പരിശീലനം നൽകി. മുഴുവൻ കർഷകരുടെയും കാർഷിക മേഖലയുടെ സമഗ്രമായ വികസനം ലക്ഷ്യമാക്കിയാണ് കേന്ദ്ര സർക്കാർ ഡിജിറ്റൽ ക്രോപ്പ് സർവേ നടത്തുന്നത്. കർഷകരുടെ കൃഷിഭൂമിയുടെ വിവരങ്ങൾ റവന്യൂ വകുപ്പിന്റെ ഡിജിറ്റൽ വില്ലേജ് മാപ്പുകളിൽ അടയാളപ്പെടുത്തി ഓരോ കൃഷിയിടത്തിലുമുള്ള വിളകളുടെ വിശദാംശങ്ങൾ ശേഖരിച്ച് കൃഷിയുടെ വിവരങ്ങളിൽ ഉൾപ്പെടുത്തുന്നതാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. അർഹരായ കർഷകർക്ക് കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ ആനുകൂല്യങ്ങളും സേവനങ്ങളും നൽകാൻ കഴിയുമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. ഒരിടവേള കൂടി. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? നമ്മുടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? ആ അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. വാർത്തകൾ തുടരുന്നു. നാടകരംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട KPS പയ്യനടം ആദ്യ നാടകങ്ങളുടെ ഊഷ്മളമായ ഓർമ്മയിൽ കുറുമ്പ ഭഗവതി ക്ഷേത്ര മൈതാനിയിൽ വീണ്ടും നാടകം അവതരിപ്പിച്ചു. പൂരാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ നാടകം തിങ്ങിക്കൂടിയ വൻ ജനാവലിക്ക് ആവേശകരമായ അനുഭവമായി. ഒരു നാടകകൃത്തിന്റെ അനുഭവാവിഷ്കാരമാണ് മറുമൊഴി. നാടകങ്ങൾ നിരോധിക്കപ്പെടുകയും എഴുത്തുകാരും കലാസാഹിത്യ പ്രവർത്തകരും ഭീഷണി നേരിടുകയും ചെയ്യുന്ന വർത്തമാനകാലത്തിന്റെ നേർചിത്രമാണ് നാടകത്തിന്റെ ഇതിവൃത്തം. കലാകേരളത്തിന് ഇന്ന് സുപരിചിതമാണ് KPS എന്ന 3 അക്ഷരത്തിൽ അറിയപ്പെടുന്ന നാടകകൃത്തിന്. തന്റെ നാട്ടുപ്രദേശമായ പയ്യനടത്തെയും പേരിനൊപ്പം ചേർത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കലാസാഹിത്യ നന്മ പ്രചാരണവുമായി നടക്കാൻ തുടങ്ങിയിട്ട് 50 വർഷം പിന്നിട്ടു. ജില്ലയുടെയും കേരളത്തിന്റെയും കലാസാംസ്കാരിക രംഗത്തെയും കൊടിയടയാളമായി KPSനെ കലാസ്നേഹികൾ ഏറ്റെടുക്കുകയായിരുന്നു. പച്ചയായ മനുഷ്യനെ, അവന്റെ സാമൂഹിക വിഷയങ്ങളെ, അതിനു കാരണമാകുന്ന വ്യവസ്ഥിതിയെ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുക എന്ന KPSന്റെ സമർത്ഥമായ കലാപ്രവർത്തനങ്ങൾ അഭിമാനത്തിന്റെ അരനൂറ്റാണ്ട് പിന്നിടുകയാണ്. പയ്യനടം നാടകശാലയുടെ നേതൃത്വത്തിലാണ് നാടകം അരങ്ങേറിയത്. തന്റെ കലാപ്രവർത്തനങ്ങൾക്ക് എന്നും പിന്തുണ നൽകിയിട്ടുള്ള നാട്ടുകാർക്കിടയിൽ തന്നെ അരനൂറ്റാണ്ടിനു ശേഷവും നിത്യപ്രസക്തമായ സന്ദേശവുമായി ഒരു നാടകം അവതരിപ്പിക്കാനായതിന്റെ സംതൃപ്തിയിലാണ് KPS പയ്യനടം എന്ന നാടകാചാര്യൻ. KPS പയ്യനടം തന്നെ രചനയും സംവിധാനവും നിർവഹിച്ച മറുമൊഴി എന്ന നാടകവും അതിലെ അവതരണഗാനവും ആസ്വാദകർക്ക് സ്വീകാര്യമായി. ഇനി അല്പം ആരോഗ്യം. നഖത്തിനിടയിൽ 32 വ്യത്യസ്ത തരം ബാക്ടീരിയകളും 28 തരം ഫംഗസുകളും ഒളിഞ്ഞിരിക്കുന്നതായി പഠനം. നോക്കാം. പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കാൻ പ്രാപ്തിയുള്ളവയാണ് ഈ അണുക്കൾ എന്നതിനാൽ നഖത്തിന്റെ ശുചിത്വം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. നഖങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വെട്ടി സൂക്ഷിക്കേണ്ടതാണ്. വെട്ടിയ ശേഷം വശങ്ങൾ ഉരുട്ടിയെടുക്കേണ്ടതാണ്. ചർമ്മമായി ചേർന്ന് വെട്ടാതിരിക്കാനും ക്യൂട്ടിക്കിളുകൾ അമിതമായി വെട്ടാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇത് അണുബാധകൾക്ക് കാരണമാകാം. നഖം പൊട്ടിപ്പോകാതിരിക്കാൻ ഒരേ ദിശയിൽ വെട്ടേണ്ടതാണ്. ദീർഘനേരം വെള്ളവുമായി സമ്പർക്കത്തിലിരിക്കുന്നത് നഖങ്ങളെ ദുർബലപ്പെടുത്തും. കഴുകിയ ശേഷം നഖങ്ങൾ ഉണക്കാനും മറക്കരുത്. വീട്ടിലെ പാത്രം കഴുകുന്നത് പോലുള്ള
കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഗ്ലൗസുകൾ ഉപയോഗിക്കുന്നത് അപകടകരമായ രാസവസ്തുക്കൾ നഖത്തിന് ദോഷമുണ്ടാക്കാതെ തടയും. നഖത്തിൽ ഈർപ്പം നിലനിൽക്കുന്നത് അവ വിണ്ടുകീറാതിരിക്കാൻ സഹായിക്കും. നെയിൽ പോളിഷ് ഉപയോഗിക്കുന്നവർ രാസവസ്തുക്കൾ കുറഞ്ഞതും ഉയർന്ന നിലവാരമുള്ളതുമായ ഉൽപ്പന്നങ്ങൾ മാത്രം ഇതിനായി ഉപയോഗിക്കുക. നെയിൽ പോളിഷ് നീക്കം ചെയ്യാനായി അസറ്റോൺ രഹിത റിമൂവറുകളും തിരഞ്ഞെടുക്കേണ്ടതാണ്. പുറമേക്ക് മാത്രമല്ല, നിങ്ങളുടെ പോഷണവും നഖത്തിന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പ്രധാനമാണ്. വൈറ്റമിൻ എ, സി, ഡി, ഇ എന്നിവയും അയൺ, സിങ്ക് പോലുള്ള ധാതുക്കളും അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് നഖത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. പഴങ്ങൾ, പച്ചക്കറികൾ, ഹോൾ ഗ്രെയിനുകൾ, ലീൻ പ്രോട്ടീനുകൾ, നട്ട്സ് എന്നിവ ചേർന്ന ഭക്ഷണക്രമം തിരഞ്ഞെടുക്കേണ്ടതാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആവശ്യമെങ്കിൽ ബയോട്ടിൻ സപ്ലിമെന്റുകളും നഖത്തിന്റെ ആരോഗ്യത്തിന് കഴിക്കാവുന്നതാണ്. ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് നഖത്തിൽ ഈർപ്പം നിലനിർത്തും. കുറഞ്ഞത് 8 ഗ്ലാസ് വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കാൻ ശ്രമിക്കേണ്ടതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന ബജറ്റിൽ സ്റ്റേഡിയം കൽവാക്കുളം ബൈപ്പാസിന് 5 കോടിയുടെ അനുമതി. പുനർനിർമ്മാണം വേഗത്തിലാവും. കീടനാശിനികൾക്ക് വൻ വിലവർധന, കർഷകർ പ്രതിസന്ധി. 76ാമത് സർവോദയമേള ഈ മാസം 9 മുതൽ 12 വരെ. കേന്ദ്ര സർക്കാരിന്റെ ഭാരത അരിവിൽപ്പന തുടങ്ങി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.